കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിച്ചേർക്കുന്ന വലിയ കൃപകൾക്കായിട്ട് സ്തോത്രം. ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേലായി ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്നരുളി ചെയ്ത വാഗ്ദത്തപ്രകാരം കർത്താവ് ഇന്ന് ദൈവസഭയിലുണ്ട്. ഹല്ലേലൂയ. ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ആമേൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ബലവും ശോഭയും ദൈവമന്ദിരത്തിലുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നു, നമ്മിൽ അധിവസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ മഹത്വം പ്രാപിപ്പാനല്ലോ ക്രിസ്തുയേശുവിൽ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആ നിത്യമായ രക്ഷയിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ രക്ഷയെ പൂർത്തീകരിപ്പാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. 133 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. ആമേൻ. ഇതാ എന്ന് പറയുമ്പോൾ കണ്ടാലും ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഒരു അപൂർവമായ സന്ദർഭം ഉണ്ടാകുമ്പോൾ ഉള്ള ആശ്ചര്യം പോലെയാണ്. ഇതാ ദൈവത്തിൻ്റെ മക്കൾ ഒത്തൊരുമിച്ച് എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു. ഈ ഒത്തൊരുമിച്ചുള്ള വാസത്തെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടാണോ സഹോദരന്മാർ ഒത്തൊരുമിച്ച് കൂടുന്നത് എന്ന് നോക്കിയാൽ ആവർത്തന പുസ്തകം 16-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ കൂടി വരണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ കൂടിവരവിനെ കുറിച്ച് ദൈവം മുന്നമേ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. വർഷത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് എന്ത് ചെയ്യണം? ഒത്തൊരുമിച്ച് കൂടി വരണം. അതിന് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത്, നമ്മൾ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തിലല്ല, ദൈവം തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തിൽ കൂടി വരിക എന്നും. ഇന്ന് ആ കൂടിവരവിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയും. ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്തിൽ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടി വരണം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. പൊതുവെ കൂട്ടായ്മകളിൽ ഞായറാഴ്ചത്തെ ആരാധന എന്നുള്ളതല്ല, മറ്റ് ഇടയോഗങ്ങളിലും കൂട്ടായ്മകളിലും സഹോദരിമാർക്ക് കൂടുതൽ പങ്കെടുക്കാനാണ് പൊതുവെ എല്ലായിടത്തും താല്പര്യം. എന്നാൽ സഹോദരന്മാരെ കുറിച്ച് അവിടെ പറയുന്നു, അവരൊത്തൊരുമിച്ച് എന്ത് ചെയ്യണം? കൂടുന്നത് എത്ര മനോഹരമാണ്. ഇത് ശത്രുവായ പിശാചിനും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി ഒത്തൊരുമിച്ച് കൂടിയുള്ള ആ ഒരു ആരാധനയിലേക്ക് കൊണ്ടുവരാൻ ഈ പിശാച് എന്ത് ചെയ്യുന്നു? തടസ്സം നിൽക്കുന്നു, അനുവദിക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ അതിനെ അതിജീവിച്ചു കൊണ്ട് ഒത്തൊരുമിച്ച് കൂടുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ എന്ത് ചെയ്യുന്നു? യഹോവയായ ദൈവമുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത സ്ഥലം, അല്ലെങ്കിൽ ഭൂമിയിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. ഗ്ലോറി ടു ഗോഡ്. ആ സഭയിൽ ദൈവത്തിൻ്റെ മഹത്വം എന്ത് ചെയ്യുന്നു? വെളിപ്പെടുന്നു. സങ്കീർത്തനങ്ങളിൽ തന്നെ 22-ാം സങ്കീർത്തനം, നമ്മൾ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രവചനം സങ്കീർത്തന രൂപത്തിൽ സങ്കീർത്തനകർത്താവ് ദാവീദ് എഴുതുന്ന ഒരു അധ്യായമാണ്. ആ അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്ന ഒരു പ്രവചനം കാണും.
ഗ്ലോറി ടു ഗോഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ വളരെ വ്യക്തമായി വരച്ചു കാണിക്കുന്ന ഒരു അധ്യായമാണ് 22-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. ആ അധ്യായത്തിൽ ക്രൂശ് മരണത്തിന് അനന്തരം കർത്താവ് എന്ത് ചെയ്യുമെന്ന് ഇവിടെ എന്ത് ചെയ്യുന്നു? മുന്നമേ പ്രവചിച്ച് കാണിക്കുകയാണ്. ഹല്ലേലൂയ. ക്രൂശ് മരണത്തിന് അനന്തരം കർത്താവ് എവിടെ വരും? സഭാമധ്യേ വെളിപ്പെടും. സങ്കീർത്തനക്കാരൻ അന്ന് എഴുതി വെച്ചു. ഹല്ലേലൂയ. ഏകദേശം 3000 വർഷം പുറകിൽ താമസിച്ചിരുന്ന സങ്കീർത്തനക്കാരൻ ദാവീദിന് ശേഷം 1000 വർഷം കഴിഞ്ഞിട്ടാണ് ദൈവപുത്രനായ ക്രിസ്തു വരുന്നത്. ആ ക്രിസ്തുവിനെ മനുഷ്യന്റെ പാപത്തിന്, ശാപത്തിന്, രോഗത്തിനു വേണ്ടി ഹല്ലേലൂയ കാൽവറി ക്രൂശിൽ പിതാവാം ദൈവം പരമയാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവ് വീണ്ടും സഭാമധ്യേ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ദാവീദ് തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ കാണുമ്പോൾ ഗ്ലോറി ടു ഗോഡ്, താൻ അവിടെ കുറിച്ചു വെച്ചു, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും. അല്ലെ, പുത്രനാം ക്രിസ്തു പിതാവാം ദൈവത്തിന്റെ മഹത്വത്തെ സഭാമധ്യേ എന്ത് ചെയ്യും? കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. അന്നും ആരാധനയുടെ ഒരു പ്രവചനം എന്ത് ചെയ്യുന്നു? അവിടെയും ദാവീദ് എന്ത് ചെയ്യാണ്? വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ അവിടെ 2-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം, ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമത്തെ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് ദൈവസഭയിൽ വെളിപ്പെടുമ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് അവിടെ പറയുന്നത് എന്താണ്? ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. ഗ്ലോറി ടു ഗോഡ്. ദൈവസഭയുടെ മധ്യത്തിൽ ദൈവം വെളിപ്പെടുമ്പോൾ, കർത്താവ് വെളിപ്പെടുമ്പോൾ കർത്താവ് നമ്മെക്കുറിച്ച് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. ഹല്ലേലൂയ. ആ പുത്രത്വത്തിന്റെ ആത്മാവ് ദൈവം നമുക്ക് എന്തിയിരിക്കുന്നു? തന്നിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് ദൈവമുണ്ട്, ദൈവത്തിന്റെ മക്കളുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പനും മക്കളും എന്നുള്ള അനുഭവം ദൈവസഭയ്ക്കകത്ത് അനുഭവിപ്പാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്. ഇതാ ഞാനും ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന മക്കളും. ഈ മക്കളെ കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തുന്ന എന്താണ്? എൻ്റെ സഹോദരന്മാരെന്നാണ്. ഗ്ലോറി ടു ഗോഡ്. പിതാവിൽ നിന്നാണ് പുത്രൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതേ പിതാവിൽ നിന്നാണ് നമ്മളും എന്ത് ചെയ്തിരിക്കുന്നത്? ജനിച്ചിരിക്കുന്നത്. നമ്മൾ അവനിൽ നിന്ന് ജനിച്ചിരിക്കുകയാൽ ക്രിസ്തു നമുക്ക് ജ്യേഷ്ഠ സഹോദരനാണ്. ഗ്ലോറി ടു ഗോഡ്. സഭാമധ്യേ ഞാൻ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും എന്ന് പറയുന്നു. സഭയിൽ ദൈവത്തിന്റെ മക്കളെന്ന് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ മക്കൾ ജ്യേഷ്ഠ സഹോദരനായ ക്രിസ്തുവിന്റെ കൂട്ടു സഹോദരങ്ങളായി ആ ഒരു ബന്ധത്തിലാണ് ദൈവസഭയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്തിൽ, പഴയ നിയമത്തിൽ നമ്മൾ നേരത്തെ വായിച്ചു, ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്തിൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? കൂടി വരണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ 133-ാം സങ്കീർത്തനത്തിൽ വായിച്ചെന്താണ്? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരം. എന്തുകൊണ്ടാണ് മനോഹരമാകുന്നത്? അവിടെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? തന്റെ പുത്രനായ ക്രിസ്തു വെളിപ്പെടുന്നു. പിതാവിനെ വിളിപ്പാൻ, കൂട്ടു സഹോദരനായി ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അനുഭവിപ്പാൻ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്തിൽ നമുക്ക് വന്നു ചേരുവാൻ ഇടയായെങ്കിൽ അത് മാനുഷികമായതല്ല, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ പ്രവൃത്തിയാണത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം. ഏറ്റവും ശുഭകരമായ അനുഭവം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിൽ ശുഭകരമായ ഒരു അനുഗ്രഹം എവിടെ ദൈവം വച്ചിരിക്കുന്നു? ദൈവസഭയിൽ പിതാപുത്ര പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ ബന്ധം പുലർത്തുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന ഇടം ശുഭകരമായ ഒരിടമെന്ന് വചനം പറയുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. സഭാമധ്യേ ഞാൻ എൻ്റെ സഹോദരന്മാരോട് ദൈവം ചെയ്ത പ്രവർത്തികളെ കീർത്തിക്കും. ദൈവത്തിന്റെ ആത്മാവ് കീർത്തിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം കീർത്തിക്കപ്പെടുന്നു ദൈവസഭയിൽ. ഗ്ലോറി ടു ഗോഡ്. അതിലൂടെ ദൈവജനം എന്ത് ചെയ്യുന്നു? വിടുതൽ പ്രാപിക്കുന്നു.
നന്മകൾ പ്രാപിക്കുന്നു, ദൈവിക അനുഗ്രഹം പ്രാപിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ 133 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ അവസാനത്തെ വാക്യം എന്താണ് പറയുന്നത്? അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അനുഗ്രഹം എവിടെ വച്ചിരിക്കുന്നു? അത് നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് ആയിരിക്കുമ്പോൾ ജീവനും ഭക്തിക്കും ആവശ്യമുള്ള അനുഗ്രഹമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഭക്തിയോടെ ജീവിപ്പാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന അനുഗ്രഹമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടാൽ നമുക്ക് എന്ത് വേണം? നിത്യജീവൻ അവകാശമാക്കണം. ഇവിടെ പറയുന്നത് എന്താണ്? ദൈവം വിളിച്ചാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തിൽ ദൈവത്തിന്റെ മക്കൾ ഒത്തൊരുമിച്ച് കൂടുമ്പോൾ അവിടെ പിതാവുണ്ട്, അവിടെ പുത്രനുണ്ട്, അവിടെ പരിശുദ്ധാത്മാവ്. അതെത്ര ശുഭമാവും എത്ര മനോഹരവുമായുള്ളതെന്നും അവിടെ പറഞ്ഞിട്ട് എൻ്റെ അവസാന വാക്യം പറയുന്നത് അവിടെയല്ലോ അനുഗ്രഹം, അവിടെയല്ലോ ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ദൈവസഭയിൽ അപ്പോൾ എന്തുണ്ട്? ദൈവം നൽകുന്ന അനുഗ്രഹമുണ്ട്. ദൈവസഭയിൽ എന്തുണ്ട്? ശാശ്വതമായ ജീവനുണ്ട്. ഗ്ലോറി ടു ഗോഡ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് കൂടാൻ പിശാച് അനുവദിക്കാത്തതിന്റെ കാര്യം എന്താണ്? അവൻ അവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവന്റെ നിത്യജീവൻ അവൻ എന്ത് ചെയ്യും? അവകാശമാക്കുമെന്നുള്ള കാര്യം പിശാചിനറിയാം. എന്നാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് അവർ ഒത്തൊരുമിച്ച് കൂടിയാൽ അതിന്റെ മധ്യത്തിൽ ദൈവം എന്താക്കി വെച്ചിട്ടുണ്ട്? നമുക്ക് ആവശ്യമായ ആത്മീയമായതും ദേഹിയിലുള്ളതും ദേഹത്തിലുള്ളതും ഭൗമികമായി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഭക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണോ അതൊക്കെയും നൽകുന്ന അനുഗ്രഹം ദൈവത്തിൽ നിന്ന് നമുക്ക് അവിടെ ലഭ്യമാണ്. മാത്രമല്ല, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആയുസിന്റെ പൂർത്തീകരണം കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ നിത്യജീവനും ദൈവം കൽപ്പിച്ചാക്കി വെച്ചിരിക്കുന്നത് അവിടെയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതിലേക്ക് വരുവാൻ, നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിക്കുവാൻ, ഒത്തൊരുമിച്ച് കൂടുവാൻ, ആ ശുഭകരമായ അനുഗ്രഹം അനുഭവിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ മഹാഭാഗ്യത്തിനായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സഭാമധ്യേ ആര് സംസാരിക്കുന്നു? വചനം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവകാശവാദം എന്താണ്? ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. അവകാശവാദം. ഗ്ലോറി ടു ഗോഡ്. അവിടെ എന്ത് വരുന്നു? ദൈവം നൽകുന്ന അനുഗ്രഹം ഉണ്ടാകുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവിടെ എന്തുണ്ടാകുന്നു? ശാശ്വതമായ ജീവൻ. ഗ്ലോറി. ഈ ലോകത്തിൽ നമുക്ക് മറ്റെന്ത് കാര്യങ്ങൾക്ക് വേണ്ടി പോയാലും ശാശ്വതമായത് നമുക്ക് ലഭ്യമല്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ശാശ്വതമായ ജീവൻ, നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയുടെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ആരാധനയുടെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. സങ്കീർത്തനക്കാരൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് വരുന്നതിന് 1000 വർഷം പുറകിൽ എഴുതി വെച്ചു സഭാമധ്യേയുള്ള ദൈവത്തിന്റെ മഹത്വം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആ പ്രമാണ പുസ്തകം കൊടുക്കുമ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ ജനം ഒത്തൊരുമിച്ച് കൂടേണ്ടുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് എന്ത് ചെയ്യുന്നു? അവിടെ പറയുന്നു. പുതിയ നിയമസഭയിൽ വരുമ്പോഴും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുവിൻ. മൂലക്കല്ലായ ക്രിസ്തുവിനോട് ചേർന്ന് ജീവനുള്ള കല്ലുകളായി യുക്തമായി ചേർന്ന് പണിയപ്പെടേണ്ടുന്നതിന് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്റെ മേൽ ദൈവസഭ പണിയപ്പെടണമെന്നും. ഹല്ലേലൂയ. ആ കൂട്ടായ്മയുടെ അനുഗ്രഹത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മെ എന്ത് ചെയ്യുന്നു? ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. സഭാരാധനകൾ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. ഹല്ലേലൂയ നമുക്ക് കർത്താവ് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സഭാരാധനകൾ അലക്ഷ്യമാകാതെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ കഴിയും. നിത്യജീവന്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹല്ലേലൂയ. ന്യായപ്രമാണത്താൽ നമുക്ക് നീതി ക്രിസ്തുവിലൂടെ ലഭിക്കുകയും ഹല്ലേലൂയ ആ നീതീകരണം നിത്യജീവനിലേക്ക് നമ്മെ എത്തിച്ചേർക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണത്താൽ ഒരു ജഡവും എന്ത് ചെയ്യുന്നില്ല? നീതീകരിക്കപ്പെടുന്നില്ല. എന്നാൽ നീതീകരിക്കപ്പെട്ട ഒരു ശരീരമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണം എന്ന പുസ്തകം ദൈവം ഒരു ജനതയ്ക്ക് മാത്രമാണ് കൊടുത്തിരുന്നത്. അത് അബ്രഹാം ദൈവത്തെ പ്രസാദിപ്പിച്ചതുകൊണ്ടും അബ്രഹാമിൽ ദൈവം പ്രസാദിച്ചതുകൊണ്ടും
അബ്രഹാമിന് ദൈവം കൊടുത്ത പ്രോമിസ്, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്തതി എന്ത് ചെയ്യും? തരും. ഗ്ലോറി ടു ഗോഡ്. കടൽപ്പുറത്തെ മണൽത്തരി പോലെയും നിനക്ക് സന്തതി എന്ത് ചെയ്യും? ഉണ്ടാകും. ഇത് രണ്ടും രണ്ട് കാറ്റഗറിയാണ്. ഗ്ലോറി ടു ഗോഡ്. അബ്രഹാമിന് നമ്മൾ നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു സന്തതി എന്ത് ചെയ്യുന്നു? പ്രാരംഭത്തിൽ ജനിക്കുന്നു. അത് ഇസ്മായേലിയ സന്തതി. രണ്ടാമതോ വാഗ്ദത്തം കൊടുത്ത സന്തതി വീണ്ടും 14 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? അബ്രഹാമിന് രണ്ടാമത്തെ സന്തതി ലഭിക്കുന്നത്. അപ്പോഴത്തേക്കും തൻ്റെ ശരീരത്തിൻ്റെ നിർജീവാവസ്ഥ താൻ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? മനസ്സിലാക്കി. സാറയും തൻ്റെ ശരീരത്തിൻ്റെ നിർജീവാവസ്ഥ എന്ത് ചെയ്തു? മനസ്സിലാക്കി. എങ്കിലും വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചതുകൊണ്ട് ആ വിശ്വാസത്തെ ദൈവം നീതിയായി കണ്ട് വാഗ്ദത്ത സന്തതിയായി ഇസഹാക്ക് സാറയിൽ ജനിക്കുന്നു. ഇസ്മായേൽ ജനിച്ചത് അടിമ സ്ത്രീയായ ഹാഗറിലാണ്. അപ്പോൾ ഇതിന് 2 നിയമങ്ങളായി ദൈവം എന്ത് ചെയ്യുന്നു? കാണിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഒന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, അത് ക്രിസ്തുവേശുവിലൂടെ വീണ്ടും ജനനം പ്രാപിച്ച് നിത്യജീവൻ അവകാശമാക്കപ്പെട്ടവർ ലോകത്തിൽ എത്ര ഇരുട്ടിന്റെ അന്ധകാരമുണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ നക്ഷത്രം പോലെ അവർ പ്രകാശിക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? മണൽത്തരി പോലെ, കടലിലെ മണൽത്തരി പോലെ. അതെന്താണ്? ഭൗമികമാണ്. അവർക്ക് പിന്നെ എത്ര ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാലും അവർ ആത്മീയ തലത്തിലേക്ക് ചിന്താശേഷി അവർക്ക് എന്ത് ചെയ്യത്തില്ല? ഉണ്ടാകത്തില്ല. ഭൗമികമായ നശിച്ചു പോകുന്ന ഭൗമികമായ അനുഗ്രഹങ്ങളുടെ പിറയിലേക്ക് അവരെന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ഇസ്മായേലിലെ സന്തതിയെക്കുറിച്ചും ഇസ്ഹാക്കിന്റെ സന്തതികളെ കുറിച്ചും 2 കാറ്റഗറി പറയുമ്പോൾ പുതിയ നിയമസഭയെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കും, യഥാർത്ഥമായ പരിശുദ്ധാത്മാവിലൂടെ ജനിക്കപ്പെട്ടവർ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയുള്ളവർ. ഹല്ലേലൂയ. എന്നാൽ ദേഹീപര ക്രിസ്ത്യാനി, ശരീരത്തിലെ ഭൗമികമായ ആവശ്യങ്ങൾക്ക്, ലോകത്തിലെ ഭൗമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ദേഹീപര ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ശരിക്കും കടൽപ്പുറത്തെ മണൽത്തരികളെ പോലെ വേർതിരിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ജനം പ്രാപിക്കേണ്ടുന്നതിന് വേണ്ടി അബ്രഹാമിൽ നിന്ന് ജനിച്ചു വന്ന സന്തതികളായ ഇസ്രായേൽ മക്കൾക്ക് മാത്രമാണ് പഴയ നിയമത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണം. മറ്റ് യാതൊരു ജാതി മതത്തിനോ എന്ത് ചെയ്തിട്ടില്ല? ദൈവം എന്ത് ചെയ്തിട്ടില്ല? പ്രമാണത്തെ കൊടുത്തില്ല. പ്രമാണം ലഭിച്ചത് യഹൂദജനം മാത്രമാണ്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ അവർക്ക് പ്രമാണത്തിൽ അനുസരണം പ്രാപിച്ച് നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. എന്നാലോ കാലത്തിന്റെ സമ്പൂർണതയിൽ പുറംജാതിക്കാരായ നമുക്ക് വേണ്ടിയിട്ടും യഹൂദ ജനതയ്ക്കും വേണ്ടിയിട്ട് ഏകയാഗം അർപ്പിക്കേണ്ടുന്നതിന് ദൈവം തന്നെ ഭൂമിയിൽ ഒരു ശരീരമെടുത്ത് എന്ത് ചെയ്യുന്നു? വരികയും പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും പരിഹാരം ക്രിസ്തുവിൽ എന്ത് ചെയ്യുന്നു? നിവർത്തിക്കുന്നു. ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? ക്രിസ്തു അനുസരിച്ചു. ഹല്ലേലൂയ. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. ന്യായപ്രമാണം മാത്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലഭിക്കുന്നത്. എന്നാൽ ക്രിസ്തുവോ കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഇടയിൽ ന്യായപ്രമാണം നിവർത്തിച്ച് ജീവിച്ച് കാണിച്ചു തന്നു. നിങ്ങളുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മനുഷ്യരെല്ലാം മനുഷ്യരുടെ ഇടയിലല്ലേ പാർക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന അർത്ഥം എന്താണ്? ന്യായപ്രമാണം ലഭിച്ച മനുഷ്യന് ന്യായപ്രമാണം അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. പക്ഷെ ക്രിസ്തുവോ ന്യായപ്രമാണം അനുസരിക്കുവാനുള്ള കൃപ അവന്റെ മേലുണ്ടായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണം നിവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ജീവിച്ച് കാണിച്ചു തന്നു. പ്രമാണം അനുസരിച്ച് ജീവിച്ച് കാണിച്ചു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവനെ കണ്ടവൻ, എനിക്ക് കഴിയാത്ത കാര്യം ചെയ്യുന്നവനെ കണ്ടപ്പോൾ ഞാൻ അവന്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? വീഴുകയാണ്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തെ അനുസരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. പക്ഷെ ഇത് പൂർണ്ണമായും അനുസരിച്ചവനെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? വീഴുകയാണ്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ന്യായപ്രമാണ പുസ്തകത്തിലെ 613 ന്യായപ്രമാണത്തിന്റെ വശങ്ങൾ പറയുന്നുണ്ടെന്നാണ്. കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും ഉപദേശങ്ങളുമായി പഴയ നിയമ പുസ്തകത്തിൽ കൊടുത്ത ന്യായപ്രമാണത്തിന്റെ 613. ഹല്ലേലൂയ. ഇതിലേതെങ്കിലും ഒരു വള്ളിയോ പുള്ളിയോ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യത്തില്ല? പുനരുദ്ധാനം പ്രാപിക്കത്തില്ല. കാരണം പാപമുള്ള ശരീരത്തിനകത്തേക്ക്, മരണമുള്ള ശരീരത്തിനകത്തേക്കാണ് ജീവനുള്ള ദൈവം ഇറങ്ങി വന്നത്. അപ്പോൾ ഈ പാപ ശരീരത്തെ പ്രമാണം അനുസരിച്ചാൽ മാത്രമേ നിത്യജീവൻ എന്ത് ചെയ്യത്തുള്ളൂ? പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ക്രിസ്തു മാത്രമാണ് ആ പ്രമാണത്തെ എന്ത് ചെയ്തത്?
അനുസരിച്ചതുകൊണ്ട് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടത് യേശു പുനരുദ്ധാനം പ്രാപിച്ചപ്പോൾ. അത് ആർക്ക് വേണ്ടിയിട്ടുള്ള പുനരുദ്ധാനമാണ്? നമുക്ക് കൂടെ വേണ്ടി. നമുക്കതെങ്ങനെ സ്വായത്തമാക്കാൻ കഴിയും? കർത്താവ് ചെയ്ത കാര്യങ്ങളിലെ വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടാകുവാനാണ് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ അന്നും ഇന്നും എന്നും എല്ലാ കാലവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവേശുവിങ്കലെ വിശ്വാസത്താൽ അല്ലാതെ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധ്യമല്ല. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ആ വിഷയത്തെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. ന്യായപ്രമാണത്തിൽ 2 വശങ്ങളാണുള്ളത്. നമ്മുടെ കയ്യിലിരിക്കുന്ന പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും 2ആയി തിരിച്ച പുസ്തകത്തിൽ പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത ന്യായപ്രമാണം 2 വശങ്ങളാണുള്ളത്. ഒന്ന്, ഈ പ്രമാണം അനുസരിക്കുന്നവൻ, അതിനാൽ അവൻ നിത്യജീവനിൽ എന്ത് ചെയ്യും? കടക്കും. അനുസരിക്കാത്ത പക്ഷം അവൻ്റെ ആത്മാവിന് നിത്യമായ നരകം. ഈ 2 കാര്യങ്ങളാണ് ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത്. അതിൽ നിന്ന് നമ്മെ എന്ത് ചെയ്യണം? വീണ്ടെടുക്കുവാൻ ആണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ എന്ത് ചെയ്തത്? വന്നത്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് രക്ഷ എന്ത് ചെയ്യണം? ഉണ്ടാകണം. എന്ത് ശിക്ഷാവിധി? അനുസരിക്കാത്തവൻ അതിനാൽ നിത്യമായ നരകത്തിലേക്ക് മാറ്റപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ആ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കണം. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ ശിക്ഷാവിധി എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ഹല്ലേലൂയ. ആ ഏറ്റെടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ആ വിശ്വാസം നമുക്ക് രക്ഷയ്ക്ക് കാരണമായി. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. രക്ഷയ്ക്ക് കാരണമാകുന്ന വിശ്വാസം നമുക്കുണ്ടാകണം. നമുക്ക് എന്തെങ്കിലും ഭൗമികമായ നന്മകളോ അനുഗ്രഹങ്ങളോ ലഭിക്കേണ്ടുന്നതിനുള്ള വിശ്വാസമല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ 2ാം മരണമെന്ന നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടുന്നതിനുള്ള വിശ്വാസമാണ് പ്രധാനം. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ രക്ഷയിലേക്ക് എന്ത് ചെയ്യുന്നു? വരുന്നു. രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം എന്താണ്? പുനരുദ്ധാനം നമുക്കുണ്ടാകണം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം രൂപാന്തരപ്പെടണം. ഈ 2 പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നമ്മൾ പുനരുദ്ധാനം പ്രാപിക്കണം. നമ്മൾ കർത്താവിൻ്റെ വരവിൽ ജീവിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ മരണമുള്ള ശരീരം എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. ഇത് രൂപാന്തരപ്പെടണമെങ്കിൽ, പുനരുദ്ധാനം പ്രാപിക്കണമെങ്കിൽ പ്രമാണം ദൈവം കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇതനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും. മനുഷ്യന്റെ ശരീരം ബലഹീനമാണ്. ആ ബലഹീനമായ അവസ്ഥയിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. അവന്റെ ഹൃദയം പോലും പ്രയാസപ്പെട്ട് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയും? പൗലോസും പറയുന്നുണ്ട്, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? എന്നിട്ട് പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, വിടുവിക്കുന്ന ഒരുവനുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ വിടുതൽ അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും പുനരുദ്ധാനം പ്രാപിക്കേണ്ടുന്നതിനുള്ള വിശ്വാസവുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആവശ്യം. ഹല്ലേലൂയ. ശിക്ഷാവിധി, നരകത്തിൽ നിന്നുള്ള ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും നീതീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ. ഈ 2 ആംഗിളിൽ നമ്മൾ കർത്താവിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടതിനാണ് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വരേണ്ടത്. ഗ്ലോറി ടു ഗോഡ്. ഇല്ലാത്ത പക്ഷം നമ്മുടെ ആത്മാവിന്റെ നിത്യരക്ഷ നമുക്ക് അവകാശമാക്കാൻ എന്ത് ചെയ്തില്ല? കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ സകല ശിക്ഷാവിധി ആരുടെ മേലായി? ക്രിസ്തുവിന്റെ മേലായി. ഗ്ലോറി ടു ഗോഡ്. നമുക്ക് നിത്യജീവൻ ലഭിക്കേണ്ടുന്ന നീതീകരണവും ആരിലുണ്ട്? ക്രിസ്തുവിലുണ്ട്. അപ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള വിശ്വാസവും നീതീകരണം പ്രാപിക്കാനുള്ള വിശ്വാസവും ക്രിസ്തുവിൽ നമുക്കുണ്ടെങ്കിൽ ശിക്ഷാവിധിയിൽ നിന്നും നമ്മൾ രക്ഷ പ്രാപിക്കും, നിത്യജീവനിൽ നമ്മൾ പ്രവേശിക്കുകയും ചെയ്യും. ഈ ഒറ്റ മെസ്സേജ് കൊണ്ട് നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇതിന്റെ വിവിധ വശങ്ങളുണ്ട്. പ്രമാണ പുസ്തകത്തിൽ നിന്നും നമ്മൾ അത് എന്ത് ചെയ്യണം? നമ്മളത് മനസ്സിലാക്കിയെടുക്കണം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ശരിയായ ആംഗിളിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ രക്ഷ, വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വിശ്വാസ നീതീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും വീണ്ടും നമുക്ക് ചില വെളിപ്പാടുകൾ, ദൈവവചനത്തിലെ വ്യാഖ്യാനമൊക്കെ ദൈവം നമുക്ക് നൽകി തരട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എബ്രായർ 10-ാമത്തെ അധ്യായം അതിൻ്റെ
1 വാക്യം മുതൽ 15 വാക്യം വരെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ധ്യാനിപ്പാൻ ഇടയായത്. 16 വാക്യം മുതൽ, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്നു കർത്താവിൻ്റെ അരുളപ്പാട്. ഗ്ലോറി ടു ഗോഡ്. ഈ കാലം കഴിഞ്ഞ ശേഷം എന്നവിടെ പറയുമ്പോൾ അവിടെ ഒരു ചിന്ത വരുന്നു. ഈ കാലം എന്ന് പറയുന്നത് ഏത് കാലം എന്നുള്ളത്. ന്യായപ്രമാണം ദൈവം കൊടുക്കുന്നത് അബ്രഹാം കഴിഞ്ഞ് 430 വർഷത്തിന് ശേഷം മോശയിലൂടെയാണ് ന്യായപ്രമാണം ദൈവം എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണം ആരിലാണ് കാണുന്നത്? ക്രിസ്തുവിൽ. അപ്പോൾ ന്യായപ്രമാണ യുഗം എന്ന് പറയുന്നത് മോശ മുതൽ യേശുക്രിസ്തു വരെ. ഹല്ലേലൂയ. കർത്താവിടെ പറയുന്നു, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഇത് നേരത്തെ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. യിരെമ്യാ പുസ്തകം 31 അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പഴയ നിയമം എന്ന് പറയുന്നത് എന്താണ്? ന്യായപ്രമാണം എന്ന നിയമം. ആ നിയമം ദൈവം കൊടുത്തിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ദൈവം യിരെമ്യാവിലൂടെ ദൈവം പ്രവചിക്കുകയാണ്, ഞാൻ പുതിയൊരു നിയമം കൊടുക്കുന്ന കാലഘട്ടം വരും. ഈ പുതിയ നിയമം യേശുക്രിസ്തുവിലൂടെ കൊടുക്കുന്നത് ന്യായപ്രമാണം മോശ മുഖാന്തരം കൊടുക്കുന്നതിന് 430 വർഷം പുറകിൽ ജീവിച്ചിരുന്ന അബ്രഹാമിന് ദൈവം മുമ്പ് കൂട്ടി കൊടുത്തു. വിശ്വാസത്താൽ ജനം നീതീകരണം പ്രാപിക്കും എന്നുള്ള വിഷയം. ഗ്ലോറി ടു ഗോഡ്. ഞാനും നിങ്ങളും വിശ്വാസ നീതീകരണത്തിലേക്ക് എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് വിളിച്ചു വേർതിരിച്ചവരാണ്. അത് ദൈവം എന്ത് ചെയ്തു? മുൻപ് കൂട്ടി അബ്രഹാമിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ സുവിശേഷം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന കാര്യം. പ്രവൃത്തിയാലുള്ള നീതീകരണമാണ് മോശം തുടങ്ങി എവിടം വരെ? കർത്താവായ യേശുക്രിസ്തു വരെ. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ യേശുക്രിസ്തു വന്ന് ന്യായപ്രമാണത്തിന്റെ നീതിയെല്ലാം കർത്താവിൽ നിവർത്തീകരിച്ച് പുനരുദ്ധാനം പ്രാപിച്ച് ആ ന്യായപ്രമാണത്തിനെ അനുസരിച്ച പരിശുദ്ധാത്മാവിനെയാണ് 120 പേർ കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ പകർന്നത്. ആ പകർച്ച ഈ 2000 വർഷമായിട്ട് എന്ത് ചെയ്യുന്നു? പകർന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ നിത്യജീവൻ. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവ് എന്താണ്? നമ്മുടെ നിത്യജീവനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഇല്ലാത്ത പക്ഷം നമുക്ക് നിത്യജീവൻ ഉണ്ടോ? ഇല്ല. കാരണം ന്യായപ്രമാണത്തിന്റെ നിവർത്തി പരിശുദ്ധാത്മാവാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ നിയമം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നു. ഹല്ലേലൂയ. അതിൻ്റെ നേരത്തെ വായിച്ച എബ്രായർ 10:16 വാക്യത്തിന്റെ 2 ഭാഗം, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. മോശയ്ക്ക് ദൈവം എഴുതി കൊടുത്തത് എവിടെയാണ്? കൽപ്പലകയിൽ എഴുതി കൊടുത്തു. പുതിയ നിയമത്തിൽ ദൈവം എവിടെ എഴുതും? ഹൃദയത്തിൽ എഴുതും. ഇപ്പൊ പ്രമാണം അന്നുണ്ട്, പ്രമാണം ഇന്നും ഉണ്ട്. അന്നത്തെ പ്രമാണം എന്ത് ചെയ്തു? കൽപ്പലകയിൽ എഴുതുമ്പോൾ പുതിയ നിയമത്തിലും അതേ പ്രമാണം തന്നെ. ന്യായപ്രമാണത്തിന് വ്യത്യാസം വരുന്നില്ല. ഇതാണ് ഹല്ലേലൂയ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പരമപ്രധാനമായ കാര്യം. നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? ഗ്ലോറി ടു ഗോഡ്. ഒത്തിരി ആൾക്കാർക്ക് കൺഫ്യൂഷനാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, കൈയടിയും ബഹളം ഉണ്ടാവും, അന്യഭാഷയുണ്ട്, ശരിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ ദൈവത്തിന്റെ പ്രമാണം അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എഴുതുന്നത് അവർക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ദൈവമെന്ന് കൈകൊണ്ട് എഴുതിയ കൽപ്പലകയിലെ പ്രമാണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ എന്ത് ചെയ്യും? ഗ്ലോറി ടു ഗോഡ്. പ്രമാണം മാറിയോ? ഹല്ലേലൂയ. പ്രമാണമായിട്ട് തന്നെ ഉണ്ട്. ഗ്ലോറി ടു ഗോഡ്. പുറത്ത് കൽപ്പലകയിൽ എഴുതിയ പ്രമാണം അല്ല പുതിയ നിയമത്തിലത്. പുതിയ നിയമത്തിലെ പ്രമാണം എന്താണ്? ഇവിടെ എഴുതിയിരിക്കുന്നു, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്ന നിയമം. അപ്പൊ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? പ്രമാണം തന്നെയാണ്. അത് ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം
അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം ഇവിടെ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുന്നു, വെളിപ്പെടുത്തുകയാണ്. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. ഗ്ലോറി ടു ഗോഡ്. ദൈവം അവിടെ കൊടുത്തിരിക്കുന്ന പ്രോമിസ് എന്താണ്? ഞാൻ അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഇനി ഓർക്കുകയുമില്ല. 10-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ആണ്ടുതോറും ഇടവിടാതെയും പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നു? പാപത്തിന് വേണ്ടി, അകൃത്യങ്ങൾക്ക് വേണ്ടിയും അവർ എന്ത് ചെയ്യുന്നു? യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ യാഗങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ പൂർത്തീകരണം എന്ത് ചെയ്യുന്നില്ല, അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ക്രിസ്തുവോ ഏകയാഗത്താൽ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, പാപങ്ങൾക്ക് പരിഹാരം എന്ത് ചെയ്തു? വരുത്തി പിതാവിന്റെ വലതുഭാഗത്ത് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം എന്ത് ചെയ്യുന്നു? ചെയ്യുന്നു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 1-ാം വാക്യത്തിൽ വരുമ്പോൾ ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. സൽഗുണപൂർത്തി വരുത്താൻ എന്ത് ചെയ്യത്തില്ല, കഴിയാത്ത യാഗങ്ങളാണെന്നുള്ളത്. എന്നാൽ യേശു ക്രിസ്തുവോ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഏകയാഗത്താൽ, പഴയ നിയമത്തിൽ എന്താണ്? എല്ലാ ദിവസവും യാഗമുണ്ട്. ആണ്ടുതോറും മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തിൽ കൃപാസനത്തിലേക്ക് യാഗമൃഗത്തിന്റെ രക്തം തളിച്ചുകൊണ്ട് തനിക്കും കുടുംബത്തിനും ജനത്തിനും വേണ്ടിയിട്ടുള്ള പാപപരിഹാര യാഗം എന്ത് ചെയ്യുന്നു? ചെയ്യുമ്പോൾ സൽഗുണപൂർത്തി വരുത്താൻ എന്ത് ചെയ്യുന്നില്ല, കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഏകയാഗത്താൽ, കണ്ടോ, ഒരൊറ്റ യാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്, ഹല്ലേലൂയ, അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. സദാകാലത്തേക്കും സൽഗുണപൂർത്തി, നിത്യജീവൻ അവകാശമാക്കുവാനുള്ള സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ക്രിസ്തുയേശുവിലെ യാഗത്താൽ അത് നമുക്ക് എന്തിരിക്കുകയാണ്? ദൈവം തന്നിരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. 10-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു നോക്കുക. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ എന്ത് ചെയ്തിരിക്കുന്നു? വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ രക്തത്താൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പഴയ നിയമ ആരാധന ക്രമത്തിലുള്ള ഒരു യാഗങ്ങൾ കൊണ്ടും സൽഗുണപൂർത്തി വരുത്താൻ കഴിയാതിരുന്നത് യേശു ക്രിസ്തുവിന്റെ ഏകയാഗത്താൽ സൽഗുണപൂർത്തി വരുത്തി. ആ വരുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? 15-ാം വാക്യം, പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് ദൈവം ഭൂമിയിലേക്ക് അയച്ചത് എപ്പോഴാണ്? നമുക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീർക്കപ്പെട്ട് അന്ന് തുടങ്ങി 50-ാം ദിവസം പെന്തക്കോസ്ത് നാളിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ഈ കാലത്തിന് ശേഷം 16-ാം വാക്യം, ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? പ്രമാണത്തെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഗ്ലോറി ടു ഗോഡ്. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് എന്ത് കൊണ്ടുവരും? ദൈവത്തിന്റെ പ്രമാണത്തെ തന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ. അത് ഹൃദയത്തിൽ എഴുതുമെന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, ഓർക്കുകയില്ല എന്നരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. പാപങ്ങളുടെയും അകൃത്യങ്ങളുടെയും മോചനം എന്നാണ് ആ പദം. ശ്രദ്ധിക്കണം, പഴയ നിയമത്തിലെ ശുശ്രൂഷയിൽ എന്തേ ഉള്ളോ? മോചനം ഉണ്ടോ? മോചനം ഉണ്ടെങ്കിൽ പിന്നെയും വന്ന് അർപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പുതിയ നിയമ ശുശ്രൂഷയിൽ വരുമ്പോൾ ആ യാഗത്തിൽ സൽഗുണപൂർത്തി വരുത്തുകയും പാപങ്ങളുടെ മോചനം എന്ത് ചെയ്യാണ്? ക്രിസ്തു യേശു, ഹല്ലേലൂയ, ആ യാഗത്തിലൂടെ എന്ത് ചെയ്യുന്നു? നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി എന്ത് ചെയ്തു? ഉയർപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പാപമോചനം ദൈവത്തിന്റെ വചനത്തിൽ നമ്മളോട് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തി നൽകുകയാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഇവിടെ 2 കാര്യം പറയുന്നു. 1 ന്യായപ്രമാണം, 2
കൃപ. യഹൂദജനം അന്നും ഇന്നും എല്ലാ കാലത്തും ന്യായപ്രമാണത്തിന് മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ? കീഴ്പ്പെടുന്നുള്ളൂ. നമ്മളോ കൃപയ്ക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? കീഴ്പ്പെട്ടിരിക്കുകയാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി വന്ന ക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടും. അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് കൃപയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുമ്പോൾ കൃപയ്ക്കത്ര നിങ്ങൾ അധീനപ്പെട്ടിരിക്കാൻ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ന്യായപ്രമാണത്തെ കൊണ്ട് മാത്രം പാപത്തോട് പോരാടിയാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ജയിക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം വീണുപോയ ശരീരത്തിന് പാപം ജയിക്കാനുള്ള ശക്തിയില്ല. പക്ഷേ കൃപയ്ക്ക് നമ്മൾ അധീനമാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കുകയും പ്രമാണത്തെ നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിനാൽ എഴുതുകയും ചെയ്യുമ്പോൾ, നമ്മൾ കൃപയ്ക്ക് അധീനപ്പെട്ടിരിക്കുമ്പോൾ പാപം നിങ്ങളുടെ മേൽ എന്ത് ചെയ്യത്തില്ല? നിങ്ങളുടെ മകളിൽ കർത്തൃത്വം നടത്തുകയില്ല. ഗ്ലോറി ടു ഗോഡ്. 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ, റോമർ തന്നെ 8-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ന്യായപ്രമാണത്തിൽ നിന്ന്, മോശ മുഖാന്തരം വന്ന ന്യായപ്രമാണത്തിൽ നിന്ന് എവിടെ വരണം? ക്രിസ്തുവിൽ വരണം. അവന്റെ കൃപയിൽ വരണം. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൽ എഴുതപ്പെട്ടവരായി വരണം. ന്യായപ്രമാണത്തിന്റെ അധീനതയിൽ നിന്ന് കൃപയ്ക്ക് അധീനപ്പെട്ട് വരണം. ന്യായപ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിൽ നിങ്ങൾ വരണം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഗ്ലോറി ടു ഗോഡ്. യഹൂദജനം ഇന്നും ക്രിസ്തുവിൽ എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല, വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ള പുറം ജാതിക്കാരായ ആരാ? നമ്മളാണ്. ഇതിന്റെ പ്രമാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഗഹനമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ABCD പോലും മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ഇതൊന്നും അറിയാത്ത നമ്മുടെ മേൽ ദൈവത്തിന്റെ മഹാകരുണ എന്ത് ചെയ്തു? വന്നതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ പരിശുദ്ധാത്മാവ് പുറം ജാതിക്കാരായ നമ്മുടെ മേൽ പകരുമ്പോൾ നമുക്ക് നിത്യജീവൻ അവകാശം എന്ത് ചെയ്യുന്നത്? നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല. കാരണം പുറം ജാതിക്കാർക്ക് ന്യായപ്രമാണം കിട്ടിയില്ലല്ലോ, പിന്നെ എങ്ങനെ കീഴിൽ വരും? ഇനി പുതിയ നിയമ വിശ്വാസത്തിൽ വന്നവര് പ്രമാണത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കാമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാലും പരിശുദ്ധാത്മാവില്ലാതെ അവൻ എന്ത് ചെയ്യത്തില്ല? പ്രമാണത്തെ പ്രമാണിക്കാൻ കഴിയത്തില്ല. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. പുറംജാതിക്കാരുള്ളവർ ഞങ്ങളും ക്രിസ്തുവേശുവിൽ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. എന്തിനാണ് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പറയാനുള്ള എന്താണ്? അവന്റെ നശിച്ചു പോകുന്ന ഭൗമികമായ ജീവിതത്തിന് ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും ലഭിക്കേണ്ടുന്നതിന് യേശുവിൽ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവർ, യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്തിൽ അതെല്ലാം ലഭിക്കും. പക്ഷേ അവന്റെ വചനത്തിന്റെ ശക്തിയിലാണ് നിത്യജീവൻ ഇരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയായക കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. ഗ്ലോറി ടു ഗോഡ്. തിരുവഴുത്തും ദൈവശക്തിയും. ഹല്ലേലൂയ. തിരുവഴുത്ത് ദൈവശക്തി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, തിരുവഴുത്തുകളെ അനുസരിക്കാൻ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ സമർപ്പിച്ചു കൊടുക്കുന്ന ആളിൽ ദൈവശക്തി എന്താണെന്ന് അവനറിയും. അതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ തിരുവഴുത്തുകളെ നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ആ അറിയുന്ന കാര്യങ്ങളെ അനുസരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തിരുവഴുത്തിന്റെ ദൈവശക്തി അനുസരണത്തിലൂടെ ആ വ്യക്തി അനുഭവിച്ചറിയും. അത് നിങ്ങൾ അനുഭവിക്കാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യും? തെറ്റിപ്പോവും. എവിടെ തെറ്റിപ്പോവും? നിത്യജീവനിൽ നിന്ന് തെറ്റിപ്പോകുന്നു. അപ്പോൾ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ നമ്മുടെ ബലഹീനമായ ശരീരം കൊണ്ട് ന്യായപ്രമാണത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? അനുസരിക്കാൻ കഴിയത്തില്ല എന്ന് തിരിച്ചറിയുമ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തവനെ, ജീവിച്ച് കാണിച്ചു തന്നവനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാണുന്നു. കാണുമ്പോൾ എൻ്റെ ആത്മാവിന്റെ നിത്യജീവൻ ഇതാ ക്രിസ്തുവിലൂടെ എന്ത് ചെയ്യാണ്? ഈ ഭൂമിയിൽ ജീവിച്ച് കാണിക്കുക. കർത്താവ് വിളിച്ചു പറഞ്ഞ എന്താണ്? എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവരിലൂടെ നടക്കുന്ന കാര്യമല്ല ക്രിസ്തു അവിടെ പറയുന്നത്. എന്നെ ഉൾക്കൊള്ളുന്നവൻ ഞാൻ മുഖാന്തരം ജീവിക്കാം. യേശുവിന്റെ നാമത്തിലെ വിശ്വാസമല്ല കർത്താവ് അവിടെ പറയുന്നത്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും എന്നാണ്. എന്നെ ഉൾക്കൊള്ളുന്നവൻ എന്നാണ് അതിനർത്ഥം. എന്റെ വചനത്തെ ഉൾക്കൊള്ളുന്നവൻ അതിനാൽ നിത്യജീവനിൽ പ്രവേശിക്കും. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. കാരണം എന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അപ്പൊ പ്രമാണം മാറിയോ? ഇല്ല. ഈ പ്രമാണം എന്തായി മാറി?
ജീവന്റെ ആത്മാവായി മാറി. ഈ ജീവന്റെ ആത്മാവ് എന്താണ്? യേശു ക്രിസ്തുവിൽ വസിച്ചിരുന്ന പരിശുദ്ധാത്മാവ്. നിത്യജീവന്റെ പ്രമാണമാണ് പരിശുദ്ധാത്മാവ്. ജീവന്റെ, നിത്യജീവന്റെ പ്രമാണം. അപ്പൊ പഴയ നിയമം എന്താണ്? പ്രമാണമാണ്, നിത്യജീവന് കൊടുത്തതാണ്. പക്ഷെ ആ പ്രമാണം മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അനുസരിക്കാൻ കഴിയാതെ വന്നപ്പോൾ തന്റെ പുത്രനായ ക്രിസ്തു നമ്മുടെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിൽ എന്ത് ചെയ്തു? ഇറങ്ങി വന്നിട്ട് പ്രമാണത്തെ എന്ത് ചെയ്തു? അനുസരിച്ചത് കൊണ്ട് അവനിൽ പാപമില്ല. അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. ഈ 3 കാര്യങ്ങളാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അവനിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. ന്യായപ്രമാണം സംബന്ധിച്ച് ന്യായപ്രമാണത്തിന്റെ മകളിൽ ക്രിസ്തു എന്ത് ചെയ്തു? നിത്യജീവനിൽ കടന്നു. പാപമുള്ള ശരീരത്തിലാണ് ക്രിസ്തു വന്നത്. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ലാത്തതിന്റെ കാരണം എന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇവിടെ 2 പ്രമാണത്തെ കുറിച്ച് പറയുന്നു. ഒന്ന് ജീവന്റെ പ്രമാണം, രണ്ടാമത് ഇവിടെ വായിച്ചെന്താണ്? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. ഇപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തോ 2 പ്രമാണം? ഈ 2 പ്രമാണം ഒന്ന് തന്നെ. ഏതാണ്? ക്രിസ്തുവിനെ കൂടാതെയുള്ള പ്രമാണം ന്യായപ്രമാണം. അതെന്താണ്? പാപത്തെയും മരണത്തിന്റെയും പ്രമാണം. കാര്യം അനുസരിക്കാൻ ചെയ്യത്തില്ല, കഴിയത്തില്ല. അപ്പോൾ അതെനിക്ക് പാപബോധമാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കി തരുന്നത്. പക്ഷെ അതിനെ മകളിൽ ജീവിക്കാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയാതെ വന്നപ്പോൾ അക്ഷരത്തിലെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. എന്നാൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നൊരു മറ്റൊരു പ്രമാണം നമ്മൾ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യുന്നു? കാണുന്നു. ദൈവത്തിന്റെ ജീവൻ നമുക്ക് ആവശ്യമായ നിത്യജീവൻ ഈ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഒരു ശരീരത്തിലാണ് വെളിപ്പെട്ടത്. അത് ക്രിസ്തുവിന്റെ ശരീരം. ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായി നമുക്ക് വേണ്ടിയിട്ടുള്ള നിത്യജീവനെ കൊണ്ട് 3-ാം ദിവസം എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാരുടെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഏദൻ തോട്ടത്തിൽ പിതാവാം ദൈവം ചെയ്ത അതേ ദൗത്യം പുത്രന ക്രിസ്തുവും ചെയ്തു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായമാണ് കർത്താവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് എഴുതുന്ന അധ്യായം. അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് വരാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത് മരണത്തിനപ്പുറത്തേക്കുള്ള നിത്യജീവൻ. മനുഷ്യൻ കാണാതിരിക്കുമ്പോൾ മരണത്തെ കുറിച്ചിട്ടുള്ള അവന്റെ ചിന്തയിൽ അവൻ എന്ത് ചെയ്യുന്നില്ല, സമാധാനം മനുഷ്യനുള്ളവനല്ല. എന്നാൽ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് എന്താണ്? ആ വിഷയത്തിന്റെ മധ്യത്തിൽ ഞാൻ സമാധാനം എന്ത് ചെയ്തിരിക്കുന്നു? സ്ഥാപിച്ചിരിക്കുന്നു. ഞാൻ പുനരുദ്ധാനം എന്ത് ചെയ്തിരിക്കുന്നു? പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി. പിതാവാം ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയതിന് പിശാച് എന്ത് ചെയ്തു? തകർത്ത് കളയുമ്പോൾ, ജീവനിൽ നിന്ന് മനുഷ്യൻ അന്യപ്പെട്ടു പോയപ്പോൾ അവന് വീണ്ടും ശ്വാസമാണ് പുത്രനാം ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചിട്ട് ശിഷ്യന്മാരുടെ മൂക്കിൽ ഊതിയത്. വീണ്ടും ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച പുത്രനാം ക്രിസ്തു ശിഷ്യന്മാരുടെ മേൽ പകർന്നിട്ട് നമ്മൾ അതിന്റെ ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഉയരത്തിൽ നിന്ന് ആത്മാവ് വരുവോളം നിങ്ങൾ യെരുശലേം വിട്ടു പോകരുത്. 50-ാമത്തെ ദിവസം ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ച 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ ആത്മപകർച്ച ശിഷ്യന്മാരുടെ മേൽ വരുമ്പോൾ ഇവിടെ നമ്മൾ വായിച്ച വചനത്തിന്റെ നിവൃത്തി അവിടെ കാണുകയാണ്. ജീവന്റെ ആത്മാവ് അവിടെ ഇരുന്നവരുടെ മേൽ പകരപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കാരണം
ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. നേരത്തെ വായിച്ചെന്താണ്? ഞാൻ നിങ്ങളോട് ചെയ്യാനിരിക്കുന്ന പുതിയ നിയമം. ആ നിയമം എന്താണ്? ഈ കാലം കഴിഞ്ഞ ശേഷം, ഏത് കാലം കഴിഞ്ഞ ശേഷം? ന്യായപ്രമാണ യുഗം കഴിഞ്ഞ ശേഷം യേശുക്രിസ്തുവിലൂടെ നമുക്കുള്ള രക്ഷയും നീതീകരണവും ക്രിസ്തുവിൽ നിവർത്തീകരിച്ചിട്ട് നമ്മുടെ നിത്യജീവന്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? ദൈവം അയക്കുമ്പോൾ മോശയ്ക്ക് ദൈവം കൈകൊണ്ടാണ് എഴുതിയതെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ജീവന്റെ പ്രമാണം നിങ്ങളുടെ ഉള്ളിൽ എഴുതും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്കുള്ള എന്താണ്? നിത്യജീവൻ. ആ നിത്യജീവന്റെ ആത്മാവിന് എന്തുണ്ട്? പ്രമാണമുണ്ട്. ഏത് പ്രമാണം? ന്യായപ്രമാണം തന്നെ. ആ പ്രമാണത്തെ അനുസരിച്ച് ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പ്രമാണത്തെ അനുസരിച്ച് ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രചോദനം തരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പ്രമാണം അനുസരിക്കുക. കാര്യം എന്താ? ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുകയും ആ സത്യത്തിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? നടത്തുകയും ചെയ്യും. ഗ്ലോറി ടു ഗോഡ്. നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് അതിൽ നടക്കാൻ ചെയ്യത്തില്ല, പറ്റത്തില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തരുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് പ്രമാണത്തിൽ നടക്കാൻ, ജീവിക്കാൻ കഴിയും. നിങ്ങൾക്കല്ല കഴിയുന്നത്, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് കഴിയും. അങ്ങനെ നമ്മളിൽ അത് സാധ്യമാവുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്. കാര്യം എന്താ? ഈ ആത്മാവ് നമ്മെ എവിടെ കൊണ്ടെത്തിക്കും? നിത്യജീവനിൽ എത്തിക്കും. ഗ്ലോറി ടു ഗോഡ്. അതാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് എന്ത് ചെയ്തിട്ടില്ല? ആ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. പുതിയ നിയമ വിശ്വാസികളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വന്നിരിക്കുന്ന സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയിട്ടാണ്? വേറെ പല സ്വാതന്ത്ര്യം കിട്ടാനാണ് ഇവരെന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. നിത്യജീവനം അത് അപ്പോഴല്ലേ. ഹല്ലേലൂയ. പുസ്തകം കയ്യിൽ ലഭിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ കാര്യം വെളിപ്പെടുത്തി തരാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് തന്നെ സഭയിൽ വ്യാപരിച്ചാലേ നടക്കത്തുള്ളൂ. ഇതാ പറഞ്ഞത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും മനോഹരവും. അവിടെ ദൈവം എന്താക്കി വെച്ചിരിക്കുന്നു? ശാശ്വതമായ ജീവനെ, നിത്യജീവനെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. അവിടെ സഭാമധ്യയിൽ ആര് സംസാരിക്കും? കർത്താവ് സംസാരിക്കും. ഇതാ ദൈവം എനിക്ക് തന്ന മക്കളും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നിത്യജീവൻ എന്നുള്ള സബ്ജക്റ്റ് നമുക്ക് ധ്യാനിക്കണമെങ്കിൽ ഏറ്റവും നമുക്ക് അതിനെതിരെ നിൽക്കുന്നത് എന്തായിരിക്കും അറിയോ? പാപത്തിൽ വീണുപോയ ശരീരം. ഗ്ലോറി ടു ഗോഡ്. അതിനെതിരെ എന്ത് ചെയ്യും? നിൽക്കും. കാര്യം ഈ പാപത്തിൽ വീണുപോയ ശരീരത്തിന് ഒരു വാഞ്ചയേ ഉള്ളൂ, അവന്റെ ആത്മാവിനെയും കൂടെ എന്ത് ചെയ്യണം? രണ്ടാം മരണത്തിൽ കൊണ്ടെത്തിക്കണം. ഒന്നാം മരണം ഏതൊരു മനുഷ്യനും എന്ത് ചെയ്യും? രക്ഷിക്കപ്പെട്ടവനുണ്ടാവും, കൃപ ലഭിച്ചവനുണ്ടാവും, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനുണ്ടാവും, ഒന്നാം മരണം. പക്ഷെ രണ്ടാം മരണത്തിൽ ദോഷം വരാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന നിത്യജീവന്റെ മാർഗത്തിൽ നമ്മൾ വിശ്വാസത്തിന്റെ കാൽച്ചുവടുകൾ വച്ച് നമ്മൾ യാത്ര ചെയ്യണം. ഗ്ലോറി ടു ഗോഡ്. രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. ഗ്ലോറി ടു ഗോഡ്. അതിനാണ് നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യേണ്ടത്? വരേണ്ടത്. ഏറ്റവും പരമപ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? രണ്ടാം മരണത്തിൽ എൻ്റെ ആത്മാവിന് ദോഷം വരാതിരിക്കാൻ, ജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഞാൻ ദൈവസന്നിധിയിൽ വരാൻ. അത് ക്രിസ്തുയേശുവിൽ നമുക്ക് എന്തിരിക്കുന്നു? നൽകിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. തൊട്ടടുത്ത് പറയുന്നത് എന്താണ്? ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ. ന്യായപ്രമാണത്തിന് കഴിയാതെ പോയത് എന്താണ്? അതനുസരിക്കുന്നവൻ അതിനാൽ എന്ത് ചെയ്യും? ജീവിക്കും. അപ്പോൾ ന്യായപ്രമാണത്തിന് കഴിയാതെ പോയത് എന്താണ്? മനുഷ്യന് വേണ്ടിയിട്ടുള്ള നിത്യജീവനെ കൊടുക്കാൻ ന്യായപ്രമാണത്തിന് എന്ത് ചെയ്യില്ല? കഴിഞ്ഞില്ല. കാരണം പാപത്തിൽ വീണുപോയ മനുഷ്യന് ന്യായപ്രമാണത്തെ അനുസരിച്ച് അതിൻ്റെ മകളിൽ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. അതാണ് ഇവിടെ വായിച്ചത്. ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ എന്ന് പറഞ്ഞാൽ നിത്യജീവൻ നമുക്ക് അവകാശമാക്കി തരാൻ ക്രിസ്തുയേശു നമ്മുടെ പാപ ജഡത്തിന്റെ സാദൃശ്യത്തിലും നമ്മുടെ പാപം നിമിത്തവും എന്ത് ചെയ്തു? അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആരുടെ പാപത്തിന്? എന്റെ പാപത്തിന് യേശുവിന്റെ ജഡത്തിൽ എന്ത് ചെയ്തു? ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന
നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന്റെ നീതി എന്താണ്? നിത്യജീവൻ. അപ്പോൾ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനിയും ജഡത്തെ അനുസരിച്ച് അല്ല, നമ്മൾ ഇനി എന്ത് ചെയ്യണം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എന്ത് ആത്മാവിനെ? നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയ ആത്മാവ്, നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി. ന്യായപ്രമാണത്തിന്റെ നീതി എന്താണ്? 2 കാര്യങ്ങളാണ്. 2 കാര്യങ്ങളേ ഉള്ളൂ. അതനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും, അനുസരിക്കാത്തവൻ അതിനാൽ നിത്യമായ നരകത്തിൽ പോകും, 2ാം മരണത്തിൽപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ എന്ത് ചെയ്യും? മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ അതിജീവിക്കുന്നവനോ ജീവിക്കും. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടുന്നതിന് തന്നെ എന്ന് പറഞ്ഞിട്ട് 5ാം വാക്യം എന്താ? ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. 2 സ്വഭാവത്തെ കുറിച്ച് അവിടെ പറയുകയാണ്. 2 സ്വഭാവം. ഒന്ന് ജഡ സ്വഭാവം, മറ്റെന്താണ്? ആത്മസ്വഭാവം. ഹല്ലേലൂയ. ആത്മസ്വഭാവമുള്ളവർ എന്ത് ചെയ്യും? ആത്മാവിനുള്ളത് ചിന്തിക്കും. ആത്മാവിന്റെ രക്ഷയെ കുറിച്ചിട്ടുള്ള, നീതീകരണത്തെ കുറിച്ചിട്ടുള്ള ചിന്ത അവർക്കുണ്ട് ഉണ്ടാവും. ജഡത്തിന്റെ ചിന്തയെ കുറിച്ച് പറയുന്നത് എന്താണ്? മരണം. അടുത്ത് പറയുന്നത് ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. 2 കാര്യമാണ് അവിടുത്തെ ഉൽപ്പന്നം. ജഡത്തിന്റെ ചിന്തയ്ക്ക് ഒന്നേ കിട്ടുള്ളൂ. എന്താ കിട്ടും? മരണം. എന്ത് മരണം? നിത്യമായ നരകം എന്നുള്ള 2ാം മരണം. പക്ഷെ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം. നിത്യജീവനും സമാധാനം. സമാധാനം ആരോട്? പിതാവാം ദൈവത്തോട്, പുത്രനാം ദൈവത്തോട്, പരിശുദ്ധാത്മാവാം ദൈവത്തോട് ബന്ധം പുലർത്താനുള്ള സമാധാനം ഉണ്ടാവും. അപ്പൊ ആത്മീയം ഇരിക്കുന്നത് എവിടെ? ചിന്തയിൽ. ആത്മാവ് ഹൃദയത്തിൽ എഴുതുമ്പോൾ ചിന്ത മാറും. ചിന്ത മാറുമ്പോൾ സ്വഭാവം എന്ത് ചെയ്യുന്നു? മാറുന്നു. ആത്മാവിന്റെ ചിന്ത, ആത്മാവിന്റെ സ്വഭാവം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഞാൻ അവരുടെ ഉള്ളിൽ എന്ത് ചെയ്യും? ആക്കും. ഞാൻ അവരുടെ ഉള്ളിലാക്കിയിട്ട് എൻ്റെ പ്രമാണം പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? എഴുതും. എഴുതി അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല. എന്തോ ഒരു പ്രോമിസാണ്. യെരമ്യാവ് 31 നമ്മൾ വായിച്ചത് 31:31 വാക്യം, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. മിസ്രയീം ദേശത്തിൽ നിന്ന് അവരെ കൈപിടിച്ച് നടത്തുമ്പോൾ അവർക്ക് ദൈവം കൊടുത്ത പ്രമാണമാണ് ന്യായപ്രമാണം. അതുപോലെയല്ല, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ട്. എന്ത് പദമാണ് അവിടെ ഉപയോഗിക്കുന്നതെന്നുണ്ടോ? ദൈവം ഇസ്രായേൽ മക്കൾക്ക് എന്തായിട്ടിരുന്നു എന്നാണ് പറയുന്നത്? ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ. അപ്പൊ അന്നും മണവാട്ടി സഭ എന്നുള്ളത് പോലെ തന്നെയാണ് ഇസ്രായേൽ മക്കളെ ദൈവം കൊണ്ട് നടന്നത്. ഗ്ലോറി ടു ഗോഡ്. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം എന്ത് ചെയ്തു? ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഭർത്താവായിട്ടിരുന്നിട്ടും പ്രമാണം എന്ത് ചെയ്തു? ലംഘിച്ചു കളഞ്ഞു. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം, ന്യായപ്രമാണ യുഗം ക്രിസ്തു വരെയാണ്, മോശ തുടങ്ങി. ആ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ദൈവം കൊടുത്തിരിക്കുന്ന പ്രോമിസ്. അതേ പ്രോമിസാണ് ഇവിടെ ലേഖനകർത്താവ് എബ്രായ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 16-17 വാക്യത്തിൽ എഴുതി കാണിക്കും. അങ്ങനെ ദൈവം ചെയ്തിട്ട് അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല. പഴയ നിയമത്തിൽ പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും എന്തുണ്ട്? എല്ലാ ദിവസവും എന്തുണ്ട്? യാഗമുണ്ട്. അതിപരിശുദ്ധ സ്ഥലത്തിൽ ആണ്ടിലൊരിക്കൽ എന്തുണ്ട്? യാഗമുണ്ട്. ഇവിടെ നമുക്ക് തരുന്ന അനുഗ്രഹം എന്താണെന്നറിയോ? പഴയ നിയമത്തിൽ യാഗവസ്തുവിന്റെ രക്തം എടുത്ത് എന്ത് ചെയ്യുന്നു? മഹാപുരോഹിതൻ നിയമപ്പെട്ടകത്തിൽ എന്ത് ചെയ്യുന്നു? തളിക്കുന്നു. ഇവിടെ നമുക്ക് ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഹൃദയത്തിൽ തളിക്കുക. അവിടെ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ജനത്തിന് വേണ്ടി നിൽക്കുന്നത്. നമുക്കുള്ള മഹാപുരോഹിതനോ ആണ്ടിലൊരിക്കല്ല, എന്നേക്കും പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാം. പഴയ നിയമത്തിൽ ആണ്ടിലൊരിക്കൽ മാത്രമേ കയറി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ പുതിയ നിയമ ശുശ്രൂഷയിൽ ഈ കാര്യം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ട് നമ്മുടെ മഹാപുരോഹിതൻ എന്നേക്കും.
വർഷത്തിലൊരിക്കൽ ശുശ്രൂഷ ചെയ്തിട്ട് തിരിച്ചിറങ്ങി വരുന്നത് പോലെയല്ല നമ്മുടെ മഹാപുരോഹിതൻ. അവന്റെ രക്തം പഴയ നിയമത്തിൽ മൃഗയാഗത്തിന്റെ രക്തം എന്ത് ചെയ്യുന്നു? കൃപാസനത്തിന്റെ മകളിൽ തളിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെടുകയും. എന്തിനു വേണ്ടി? ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഹൃദയത്തിൽ തളിക്കപ്പെടുകയാണ്. അവരുടെ പാപങ്ങളെ, അകൃത്യങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഓർക്കയില്ല. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരാവശ്യവുമില്ല. യേശുക്രിസ്തുവിന്റെ ഏകയാഗത്താൽ പാപത്തിന്റെ പരിഹാരത്തിന്റെ പൂർത്തീകരണം അവിടെ എന്ത് ചെയ്യാണ്? സംഭവിക്കുന്നു. പിന്നെ യാതൊരു യാഗങ്ങളുടെ ആവശ്യം ഇല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. ഗ്ലോറി ടു ഗോഡ്. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ പ്രാകാരത്തിൽ ജനം നിൽക്കുന്നു. അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശുദ്ധ സ്ഥലത്തിൽ പുരോഹിതന്മാരുണ്ട്. അതിനപ്പുറത്ത് ഒരു തിരശീല എന്ത് ചെയ്തിട്ടുണ്ട്? വച്ചിട്ടുണ്ട്. ആ തിരശീലയ്ക്കും അപ്പുറത്താണ് കൃപാസനം. ആ കൃപാസനത്തിൽ ഒരു മഹാപുരോഹിതൻ അകത്ത് പോകുമ്പോൾ അവന്റെ കാലിൽ ഒരു ചങ്ങല എന്ത് ചെയ്യും? ഇട്ടിട്ടുണ്ട്. കാരണം തൻ്റെ പാപത്തിന്റെ പരിഹാരം ക്രമപ്പെടുത്തിയിട്ടല്ലാത്ത പക്ഷം അവൻ അകത്ത് പോകുന്നതെങ്കിൽ മഹാപുരോഹിതൻ അവിടെ എന്ത് ചെയ്യും? മരിച്ചു. അവന്റെ ശരീരം എടുക്കാൻ മറ്റൊരാൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവേശിക്കാൻ പറ്റത്തില്ല. ഈ ചങ്ങലയ്ക്ക് അനക്കം തട്ടാത്ത പക്ഷം ചങ്ങല വലിച്ച് ബോഡി ഇങ്ങനെ എന്ത് ചെയ്യണം? തിരിച്ചെടുക്കാനേ വകുപ്പുള്ളൂ. അകത്ത് പ്രവേശിക്കാൻ എന്തില്ല, വകുപ്പില്ല. ഹല്ലേലൂയ. ഈ തിരശീലയെ ദൈവത്തോട് അടുപ്പിക്കേണ്ടുന്നതിന് ഒരു തടസ്സമായിട്ട് എന്ത് ചെയ്യാണ്? നിൽക്കുമ്പോൾ ഇവിടെ കർത്താവ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ എഴുതിയിട്ട് പറയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തിൽ പ്രവേശിച്ച് ശുശ്രൂഷ ചെയ്താലും നിത്യജീവന്റെ വഴി അവിടെ എന്ത് ചെയ്തിട്ടില്ല? തുറക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ, കാൽവറി ക്രൂശിൽ പരമയാഗമായി തീരുമ്പോൾ തൻ്റെ ദേഹത്തിലൂടെ തുറക്കപ്പെട്ടത്, ആ തിരശീല ചീന്തി അപ്പുറത്തേക്ക് കടക്കുന്നത് ഏതൊരു മനുഷ്യനും പിതാവാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാനുള്ള അനുമതി ക്രിസ്തുവിലൂടെ കിട്ടുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. പഴയ നിയമ ശുശ്രൂഷയിൽ എന്ത് ലഭിക്കത്തില്ല? ജീവൻ ലഭിക്കത്തില്ല. മുമ്പിലോട്ടുള്ള വഴി തുറക്കപ്പെട്ട് കിട്ടിയിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനുള്ള പുതുവഴി, നമ്മുടെ ആത്മാവിന്റെ നിത്യജീവന്റെ പുതുവഴിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തുറക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. മറ്റെന്താ? മഹാപുരോഹിതനായാലും അവൻ എന്ത് വരത്തില്ല? ധൈര്യം വരത്തില്ല. കാര്യം ചങ്ങല കാലിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇട്ടിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു വിഷയമുണ്ടെങ്കിൽ തിരിച്ചു ബോഡി വലിച്ചെടുക്കേണ്ടുന്ന സ്ഥലത്തിൽ ദൈവത്തിന്റെ ജനം ഓടിക്കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവർക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് ധൈര്യത്തോടെ പ്രവേശിക്കാനുള്ള അനുമതിയാണ് ക്രിസ്തുവേശുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു? പ്രാകാരത്തിൽ നിന്നുകൊണ്ടുള്ള ഭൗമികമായ നന്മകളോ അനുഗ്രഹങ്ങളോ പ്രാപിക്കുന്ന നശിച്ചു പോകുന്ന ആത്മാക്കളെ പോലെയല്ല ദൈവമക്കൾ ദൈവത്തിന്റെ സഭയിൽ വരേണ്ടിയത്. ഹല്ലേലൂയ. ധൈര്യത്തോടുകൂടി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് ജീവനുള്ള മാർഗത്തിലൂടെ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ജീവന്റെ പുതുവഴി തുറന്നു തന്ന് അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രമാണത്തെ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. ഈ പ്രക്രിയയാണ് ദൈവസഭയിൽ എന്ത് ചെയ്യേണ്ടത്? നടക്കേണ്ടത്. സഭയുടെ കാര്യങ്ങളെ കുറിച്ച് തൊട്ട് താഴെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ദൈവം അനുവദിക്കുന്ന പക്ഷത്തിൽ വരുന്ന ആഴ്ചയിൽ അത് ചിന്തിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുമ്പോൾ, അതല്ലാത്ത പക്ഷം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടുന്ന സമയം ആസന്നമാകുമ്പോൾ, നിത്യജീവന്റെ മൊഴികളിൽ നമ്മുടെ ചെവി കൊടുക്കാത്ത പക്ഷം കർത്താവിൻ്റെ വരവിൽ നമ്മൾ തേജസ്കരിക്കപ്പെടുകയോ, കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലോ, കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ നമ്മുടെ ശരീരം തേജസ്കരണം പ്രാപിക്കണമെങ്കിൽ, പുനരുദ്ധാനം പ്രാപിക്കണമെങ്കിൽ, ജീവന്റെ വചനങ്ങൾക്ക് നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതങ്ങനെ സംഭവിക്കും. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് അതിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സകല നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.